ഹലോ, നമുക്കിന്ന് ഫാറ്റൊക്കെ ബേൺ ചെയ്ത് നമ്മുടെ വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം. നമ്മുടെ ശരീരത്തിലെ ഡൈജഷനും മെറ്റബോളിസവും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് വയ്ക്കും. അപ്പോൾ ഡൈജഷൻ പ്രോപ്പർ ആയില്ല, നമ്മുടെ ഫുഡ് നന്നായിട്ട് ഡൈജസ്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസും വേസ്റ്റും ഉണ്ടാകും. അത് നമ്മുടെ മെറ്റബോളിസം സ്ലോ ആക്കും. മെറ്റബോളിസം സ്ലോ ആയാൽ കലോറി ബേൺ ചെയ്യുന്നത് സ്ലോ ആകും. അങ്ങനെ നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകും. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് ഒരുപാടുണ്ടെങ്കിൽ അതും നമ്മുടെ ഒബേസിറ്റീനെ ബാധിക്കും. അപ്പോൾ ഫ്രീ റാഡിക്കൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും മെറ്റബോളിസവും ഡൈജഷനും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ജാർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നല്ല ശുദ്ധമായിട്ടുള്ള പ്യുവറായിട്ടുള്ള മഞ്ഞൾപ്പൊടി എടുക്കുക, എന്നാലാണ് നമുക്കതിൻ്റെ എഫക്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടിയിൽ ധാരാളമായിട്ട് കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. ഈ കുർക്കുമിൻ നമ്മളുടെ ബോഡിയിലെ ഫാറ്റ് ടിഷ്യൂസൊക്കെ വളരുന്നത് സപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഫാറ്റ് അടിഞ്ഞു കൂടുന്നതിനെ അത് നന്നായിട്ട് തടയുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്ലഡിലുണ്ടാകുന്ന ഷുഗർ ലെവൽ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ കുർക്കുമിൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് എക്സസ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അടഞ്ഞു കൂടുന്നത് അത് തടയുന്നുണ്ട്. അങ്ങനെ ഫാറ്റ് ബേണിംഗ് അല്ല, കൂടുതൽ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുന്നത് തടയുകയാണ് നമ്മളുടെ മഞ്ഞൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മഞ്ഞൾ ഞാനിവിടെ 6 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ടേബിൾ സ്പൂണാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 6 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഡ്രിങ്ക് നമ്മളുടെ ഫാറ്റ് ബേണിങ്ങിന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അലർജിക് പ്രോബ്ലംസ് ഉണ്ടല്ലോ, തുമ്മൽ അങ്ങനെയുള്ളതൊക്കെ രാവിലെ ഉണ്ടാകുന്നത്, അത് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇതും പ്യുവറായിട്ടുള്ള നല്ല ശുദ്ധമായിട്ടുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കാം. കുരുമുളകിൽ ധാരാളമായിട്ട് ഡയറ്ററി ഫൈബറും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് കൂടാതെ സ്പൈസി ഫുഡ് എപ്പോഴും വെയിറ്റ് ലോസിന് നല്ലതാണ്. സ്പൈസി ഫുഡ് കഴിക്കുന്നത് നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെറ്റബോളിസം കൂടുമ്പോൾ നമ്മുടെ കലോറി ബേൺ ചെയ്യുന്നത് കൂടും, അതുപോലെ ഫാറ്റ് ബേണിംഗ് ഒക്കെ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ കുരുമുളക് പൊടി എടുക്കുന്നത് 3 ടേബിൾ സ്പൂണാണ് കേട്ടോ. നമ്മൾ എത്രയാണോ മഞ്ഞൾപ്പൊടി എടുത്തത് അതിൻ്റെ നേരെ പകുതിയാണ് കുരുമുളക് പൊടി എടുക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അജ്വൈനാണ്. അജ്വൈൻ എന്ന് പറഞ്ഞാൽ അയമോദകം. ഇത് വളരെ കുഞ്ഞൊരു സീഡാണ്, പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് കേട്ടോ. ഇത് മെയിനായിട്ടും നമ്മുടെ മെറ്റബോളിസവും ഡൈജഷനും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വയറിനുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യും. അപ്പോൾ ഡൈജഷൻ ഇമ്പ്രൂവ് ആയാൽ മെറ്റബോളിസം നന്നായിട്ട് ഇമ്പ്രൂവ് ആകും. മെറ്റബോളിസം ഇമ്പ്രൂവ് ആയാൽ നമ്മളുടെ ഫാറ്റ് ബേണിങ്ങും കലോറി ബേണിങ്ങും ഒക്കെ നല്ല സ്മൂത്തായിട്ട് നടക്കും. അങ്ങനെ നമുക്ക് വെയിറ്റ് ലോസും സാധിക്കും. അപ്പോൾ ഈ അയമോദകത്തിൻ്റെ സീഡൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സീഡായിട്ടല്ല ഇതിൽ ചേർക്കാൻ പോകുന്നത്. ഞാനിതൊന്ന് 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ അയമോദകത്തിൻ്റെ പൊടിയാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്കിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതും നമ്മൾ 3 ടേബിൾ സ്പൂണാണ് ഈ ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് മഞ്ഞൾ എടുത്തതിൻ്റെ നേരെ പകുതി തന്നെയാണ് അയമോദകവും ചേർത്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കറുവപ്പട്ടയുടെ പൊടിയാണ്, അതായത് സിന്നമണിൻ്റെ പൊടിയാണ്. കറുവപ്പട്ട ഇതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് ലെവൽ അതുപോലെ കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് വെയിറ്റ് ലോസും ഉണ്ടാവും. പിന്നെ നമ്മൾ ഹൈ ഫാറ്റുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാഡ് എഫക്റ്റൊക്കെ കുറയ്ക്കാനായിട്ട് സിന്നമൺ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റഡീസൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിന്നമൺ നമ്മുടെ ഫാറ്റ് ലോസിനും വെയിറ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് ഇതും ഒരു 3 ടേബിൾ സ്പൂണാണ് ഈ ജാറിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞളെടുത്തതിൻ്റെ നേർപകുതിയാണ് നമ്മൾ ഇതും എടുക്കുന്നത്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഡ്രൈ ജിഞ്ചർ പൗഡറാണ്, അതായത് ചുക്ക് പൊടിച്ചത്. ചുക്ക് എങ്ങനെയാണ് നമ്മളുടെ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒബേസിറ്റി അഥവാ തടി വയ്ക്കുന്നത് ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും പിന്നെ ഇൻഫ്ലമേഷനും കാരണമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഡാമേജ് ഉണ്ടാകും. ആ ഡാമേജ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്നത്. ജിഞ്ചറിന് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതേപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉണ്ട്. അത് ഫ്രീ റാഡിക്കൽസിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഫ്രീ റാഡിക്കൽസ് ഒക്കെ റിമൂവ് ആവുകയും അതുപോലെ തന്നെ ഇൻഫ്ലമേഷനൊക്കെ കുറയുകയും ചെയ്യുമ്പോൾ നോർമലായിട്ടും നമ്മളുടെ ബോഡി ഫാറ്റ് കുറയാനും ഫാറ്റ് ബേണിങ്ങിനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ജിഞ്ചർ പൗഡറും നമ്മളിവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാ പൗഡറും ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഈ പൗഡർ വെച്ചിട്ടാണ് നമ്മളുടെ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1 മന്തൊക്കെ യൂസ് ചെയ്യാനുള്ള പൗഡർ ഉണ്ട് കേട്ടോ. നമുക്കിനി ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൗഡറിൽ നിന്ന് 1/2 ടീസ്പൂൺ മാത്രം ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ചേക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരീരത്തിൽ വെയിറ്റ് ലോസ്, ഫാറ്റ് ലോസ്, അതുപോലെ ഫ്രീ റാഡിക്കൽസ് റിമൂവ് ചെയ്യണം, പിന്നെ നമ്മളുടെ അലർജി പ്രോബ്ലംസ് ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക കേട്ടോ. രാവിലെ വെറും വയറ്റിൽ ഇത് കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ എന്തെങ്കിലും ഫുഡ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് രാത്രിയിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ രാവിലെയും രാത്രിയും ഒരു ഡ്രിങ്ക് എടുക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള വർക്കൗട്ടും ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫാസ്റ്റായിട്ട് വെയിറ്റ് ലോസും ഫാറ്റ് ലോസും ഒക്കെ ഉണ്ടാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ബെഡ് ടൈമിൽ ഇത് വെള്ളത്തിൽ മാത്രമല്ല പാല് കുടിക്കുന്ന ഒരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാലിനകത്തും ഈ ഒരു പൗഡർ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ചെറിയ ചൂടുള്ള പാലിൽ ചേർക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കുടിക്കാം. അപ്പോൾ പാല് കുടിക്കുമ്പോൾ ചിലർക്കൊക്കെ കഫത്തിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.